ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഹൈ വൈബ്രേഷൻ ദിവസമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ 2 പൈല് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു 2024-ൽ ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരും, നിങ്ങളുടെ സ്ട്രഗിൾസിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഈ ഒരു ഷിഫ്റ്റ് കാരണം എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങളിത് കാണാതെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു മേജർ മിസ്സിംഗ് ആണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. ബിക്കോസ് ഈ ഒരു കാര്യം കഴിഞ്ഞാൽ നമുക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു 3 മാസത്തേക്ക് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ഈ ഒരു വർഷം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് ഈ ഒരു 3 മാസത്തെ അധ്വാനം കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടില്ല, ലേറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിലും മാർച്ച് വരേക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ലൈഫ് സെറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു റീഡിങ് നിങ്ങൾ ഒത്തിരി ബെനിഫിറ്റ് ചെയ്യും എന്ന് എനിക്കും ഫീൽ ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ സിംപ്ലി, നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ചും ഓർക്കണ്ട, നിങ്ങൾക്ക് വേണമെന്നുള്ള ഉത്തരം യൂണിവേഴ്സ് തന്നെ തന്നുകൊള്ളും. ഓക്കെ, സോ നിങ്ങൾ പൈല് സെലക്ട് ചെയ്യുക, സൂക്ഷിച്ച് നോക്കുക. ആൻഡ് നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഫർദർമോർ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് ക്രിസ്റ്റൽസോ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ബാക്കി ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ മനസ്സിലെ 1000 ക്വസ്റ്റ്യൻസ് എടുത്ത് പുറത്തു വെക്കും, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ഹൈ പ്രീസ്റ്റസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ആൻഡ് ഈ ഒരു 3 മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. ആൻഡ് മേജർ അർക്കാന കാർഡ്സ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മേജർ ഇവന്റ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷഫിൾ ആയ കാർഡ്സിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത്, വാവ്, ഞാൻ നിങ്ങൾക്ക് പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞു മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന നിങ്ങൾ ഈ ഒരു പൈലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ പ്രീസ്റ്റസും മൂണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ കാർഡും മൂൺ എനർജിയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങൾ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് കയറി പോകുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരു സമയമാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഡേ സമയങ്ങളായിരിക്കില്ല, നൈറ്റ് സമയങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി കംഫർട്ട് ആകുന്ന അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ആ ഒരു രാത്രി സമയമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈവൻ ഇഫ് അതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും. ഓക്കെ, അപ്പൊ എനിക്കതിനകത്ത് മനസ്സിലാവുന്ന വെച്ചാല് നിങ്ങൾക്ക് പല കഴിവുകളുമുണ്ട്, അതൊക്കെ നിങ്ങൾ കാണാതിരിക്കുകയാണ്, നിങ്ങളുടെ കണ്ണ് അടച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് പലപ്പോഴും നിങ്ങൾ 2 സ്വഭാവമുള്ള വ്യക്തികളായി മാറിപ്പോവുകയാണ്. അതായത് സ്വന്തമായ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇല്ലാതായി പോവുകയാണ് എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് പല ആൾക്കാർക്കും വേണ്ടി നിങ്ങൾ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത്, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അതിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. മറ്റ് വ്യക്തികളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ സക്സസ് ആകുമ്പോൾ നിങ്ങൾ ആ ഒരു ഇല്യൂഷനിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റില്ല, കരകയറാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു അപ്ഗ്രോത്ത് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊരു കൈൻഡ് ഓഫ് രീതിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കിട്ടുന്നില്ലല്ലോ എന്ന്, ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ അച്ചീവ് ചെയ്തിട്ടും എനിക്ക് പല കാര്യങ്ങളും കിട്ടുന്നില്ല എന്നൊരു പേടി നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്.
പക്ഷെ പലപ്പോഴും യൂണിവേഴ്സിനോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുകയാണ്. ആൻഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം മനസ്സിൽ ഇമാജിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് എന്റെ ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സ്വയം സാക്രിഫൈസ് ചെയ്ത് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. ആൻഡ് എനിക്കിതിനകത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം എന്താണോ അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കേണ്ടത് പോലെയും അല്ല ജീവിക്കുന്നത്. നിങ്ങൾ വേറെ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ, വേറെ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സെൻസിറ്റീവായി പോയിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് 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 നമുക്ക് തിരിച്ചൊന്നും ഇങ്ങോട്ട് കിട്ടുന്നുമില്ല. മനപ്രയാസം മാത്രമാണ് നമ്മുടെ കൂടപ്പുറപ്പായിട്ടുള്ളത് എന്ന കൈൻഡ് ഓഫ് ഇമോഷനാണ് ഈ ഒരു മൂൺ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒത്തിരി നിങ്ങൾ അങ്ങോട്ട് സഹായിക്കുന്നത് കൊണ്ടും തിരിച്ച് പ്രതീക്ഷിക്കരുതെന്നാണ്. എന്നാലും തിരിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ സഹായവും കിട്ടാത്തത് കൊണ്ടുള്ള ആ ഒരു ഡിപ്രഷൻ, അല്ലെങ്കിൽ എത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഉയരാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു തലത്തിൽ എനിക്ക് എത്താൻ പറ്റില്ലല്ലോ എന്ന ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുള്ളതായി കാണുന്നു. യെസ്, ഓക്കെ. അടുത്തതായി നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഹെറഫന്റ് ആണ് ആൻഡ് ദ ഫൂൾ. ഓക്കെ, ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു ചട്ടക്കൂടിൽ നിങ്ങൾ എന്തൊക്കെയോ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, കാസ്റ്റ്, റിലീജിയൻ, സാമ്പത്തികം, ഇങ്ങനെ ഓരോ ബ്ലോക്കേജസ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഈവൻ എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ലവ് ലൈഫ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാരേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ഈവൻ കരിയറിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഇൻകം കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുള്ളതായി ഇതിനകത്ത് കാണുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മൂൺ സമ്മർദ്ദത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ ചട്ടക്കൂടിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതാണ് നിങ്ങളുടെ കാതിൽ നിങ്ങൾ ഏറ്റെടുത്ത് വെക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഫുൾ എനർജിയിൽ ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങൾ തികച്ചും മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ മാത്രമാണ് ജീവിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്ന ഒരു പെർട്ടിക്കുലർ ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്ന് തന്നെ ജീവിക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ പല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളിലും നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പല ആൾക്കാരും വളരെ എളുപ്പത്തിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ടും ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന യൂണിവേഴ്സ് പറയുന്നത്, ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് എങ്ങനെയായി തീരണം, നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം അതുപോലെ ജീവിക്കുക. ഒരാൾ വന്ന് എന്നെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊരാളുടെ പിറകെ പിടിച്ച് പോയാൽ നിങ്ങൾ കുഴിയിലാണ് ചാടാൻ പോകുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡേഞ്ചർ സിഗ്നൽ ആണ് എന്നാണ് കാണുന്നത്. ഒരു വ്യക്തിയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒരു കൂട്ടിനകത്ത് അടച്ചു വിട്ടിട്ട് അയാൾക്ക് തോന്നുമ്പോൾ മാത്രം തുറന്നു വിടുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സൈഡിൽ വളരാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ട് പ്ലേ ചെയ്യുന്ന വ്യക്തികളുണ്ടോ? അവരെല്ലാവരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അൺഹെൽത്തി റിലേഷൻഷിപ്സും അനാവശ്യമായിട്ടുള്ള ദുശീലങ്ങൾ, അതായത് നിങ്ങളെ ഉണ്ടാക്കുന്ന വ്യക്തികളാണ് എന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ലിമിറ്റ് വെക്കുക, ജീവിതത്തിൽ മറ്റൊരാൾക്ക് ബൗണ്ടറി വെക്കാൻ അവകാശം കൊടുക്കാതിരിക്കുക എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഹെറഫന്റിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതെ ഇരിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഹാർമണി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഓക്കെ, ഇത്ര കാലം നിങ്ങൾ വേറൊരാളുടെ ചട്ടക്കൂടിൽ ജീവിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും സെൽഫായി ഒന്ന് ഇരുന്ന് ചിന്തിക്കൂ. ഓക്കെ, സ്വന്തമായി നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് സഞ്ചരിക്കൂ. നിങ്ങളിപ്പോ ഈ ജീവിക്കുന്ന ജീവിതം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണോ? ആണെങ്കിൽ നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യൂ. ഇപ്പൊ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലേ എങ്കില് നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട്, ഇന്നേ ദിവസം നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഓരോ പോയിന്റ് ഇട്ടിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഗ്രാറ്റിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക.
വേണ്ട, ഞാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്നു, സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നു, ഇന്ന കാര്യം പറ്റത്തില്ല, ഇതെനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതാം. ഓക്കെ, നല്ല കാര്യങ്ങൾക്ക് ഇന്നേ ദിവസം തൊട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചന്ദ്രനെ നോക്കി നന്ദി പറയുക. എനിക്ക് ഇന്ന കാര്യം തന്നു, താങ്ക് യു. എനിക്ക് ഇന്ന കാര്യം തന്നു, താങ്ക് യു. എനിക്ക് ഇന്ന കാര്യം തന്നു, താങ്ക് യു എന്ന് നന്ദി പറയുക. നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങളെ പതിയെ പതിയെ, പെട്ടെന്ന് കളയാനല്ല, പതിയെ പതിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിറ്റാച്ച് ആക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാക്രിഫൈസ് കിട്ടാത്തത് എന്താണോ, അതിന്റെ ഓൾട്ടർനേറ്റീവ് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനോ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റാനോ ശ്രമിക്കുക. മറ്റൊരു സംഭവത്തെ പയ്യെ ഇമ്പോർട്ടൻസ് ഇല്ലാതാക്കുക. ഓക്കെ, അതിനെ മറക്കാനല്ല, ആ ഒരു സംഭവത്തെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് അല്ലാതാക്കുക. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ 2024 നിങ്ങൾക്ക് മാരേജ്, ഹെർഫൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഒരു വിവാഹത്തെ കാണിക്കുന്നു. സോ ഒരു മാരേജ്, പുതിയൊരു ഹൗസ്, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് എന്തെങ്കിലും കോർട്ട് കേസിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ ഡോക്യുമെന്റ്സ് മിസ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന ഒരു ദിവസം മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് നല്ല ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ്. മൂൺ മാനിഫെസ്റ്റേഷൻ വെച്ചാൽ എന്താണെന്ന് കുറെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം തൊട്ട് ഫുൾ മൂൺ വരെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മൂണിനെ നോക്കി മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ സത്യസന്ധമായി ഒരു അവിശ്വസതയും ഇല്ലാതെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നത് തന്നെയാണ് യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഔട്ട്കം കിട്ടും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് ആയിട്ട് തിരിച്ചു കിട്ടും എന്നും യൂണിവേഴ്സ് ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും ഒരു ന്യൂ ജേർണി തുടങ്ങാം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്കും സന്തോഷമായിരിക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്ന് നോക്കൂ. ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ 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 മാറ്റങ്ങൾ വരും എന്നതാണ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു എനർജി മൂൺ എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കപ്പെടുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് us. കണ്ടോ, നിങ്ങളുടേതായിട്ടുള്ള നല്ല സമയം നിങ്ങൾക്ക് വരും. നിങ്ങളുടേതായിട്ടുള്ള സമയം നിങ്ങൾക്ക് വരുമ്പോൾ എഫേർട്ട്ലെസ്ലി, അതായത് നിങ്ങൾ കഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വന്നു ചേരുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ പെർമനന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ചീത്ത ഹാബിറ്റ്സിനെ നിങ്ങൾ കളഞ്ഞു നോക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാലചക്രവും കറങ്ങും. ആൻഡ് അത് നിങ്ങളെ ഒരു പോസിറ്റീവ് വേയിൽ കൊണ്ടെത്തിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ലൈഫിൽ ഫോർച്യൂൺ ഉണ്ടാകും. ഈ ഒരു കൈൻഡ് ഓഫ് മെന്റാലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കൂ. നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടി വീൽ ഓഫ് ഫോർച്യൂൺ വെയിറ്റ് ചെയ്യുകയാണ് എന്നതാണ് ഇന്നത്തെ കാണുന്നത്. യെസ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒക്കെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നതാണ് 8 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ റീസെന്റ് 808 അല്ലെങ്കിൽ 888 എന്ന ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ കരിയറിൽ ഒത്തിരി നേട്ടം ഉണ്ടാകുന്നു. പൈൽ നമ്പർ 1 എന്ന് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഈ ഒരു 3 മാസത്തേക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. വർക്ക് സ്പേസിൽ ഒത്തിരി ഇമോഷൻസ് ഇടാതിരിക്കൂ എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വർക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെയും ഒന്നും അധികം നിങ്ങളുടെ ഇമോഷനെ കലർത്താതിരിക്കുക. അതായത് ഇപ്പൊ വർക്ക് പ്ലേസിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെട്ടി തുറന്നവരോട് പറയാതിരിക്കുക. കാരണം നാളെ അതിനെ ചൊല്ലി ഇവർ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ 2024 എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സംസാരിക്കുക, ആവശ്യത്തിന് സംസാരിക്കുക. നമ്മുടെ ഇമോഷൻസിനെ മറ്റൊരാൾക്ക് കളിയാക്കാൻ ഇട്ടുകൊടുക്കാതിരിക്കുക. ഓക്കെ, എംപറർ, ഓക്കെ, ദ സൺ, ഓക്കെ, ദ ഡെത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ കാര്യത്തെയും എടുത്തു കളയൂ എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ എംപറർ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യണമെന്നും യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അല്ല നിങ്ങൾക്കുള്ള കഴിവ് വേസ്റ്റ് ആണ്, ഇപ്പൊ നിങ്ങളുടെ കരിയർ സൈഡിൽ അത് നിങ്ങൾക്ക് യാതൊരു മെച്ചവും തരുന്നില്ല, ഇല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ഒന്നും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
യൂണിവേഴ്സ് പറയുന്നത് നീ നിന്റെ കഴിവിൽ വിശ്വസിക്കുക, നാളെ അതിൽ നിന്നാണ് നീ പൈസ വാരിക്കൂട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അബണ്ടൻസ് വാരിക്കൂട്ടാൻ പോകുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ദ സൺ കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള മെന്റൽ ഹെൽത്ത് നിങ്ങൾക്ക് ഈ ഒരു 2024 ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഡെത്ത് കാർഡിൽ എനിക്ക് മനസ്സിലാവുന്നത് ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ കരിയറിൽ ഒക്കെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല ആൾക്കാരും 2024 തുടങ്ങുമ്പോൾ തന്നെ അസുഖമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരച്ചിലൂടെ ആയിരിക്കും ചിലപ്പോൾ 2024 തുടങ്ങിയിട്ടുണ്ടാവുക, അല്ലെ? അങ്ങനെയായിരിക്കും നിങ്ങൾ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് ക്ലാരിറ്റി ഇല്ലാതെയാണ് നിങ്ങൾ ഈ ഒരു 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ യൂണിവേഴ്സ് പറയുന്ന ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാലിച്ചു നോക്കൂ. ആൻഡ് ടുഡേ എന്തായാലും മാനിഫെസ്റ്റ് ചെയ്യുക. ഇന്ന് തൊട്ട് ഫുൾ മൂൺ വരെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പൈൽ നമ്പർ 1, ബിക്കോസ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് നൽകിയിരിക്കും. തിന്മ എന്താണ് നന്മ എന്താണ് എന്ന് മനസ്സിലാക്കുന്നു യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റും, ഇമോഷണലി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനും വിവാഹം കഴിക്കാനുമുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പേഴ്സണൽ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്വഭാവമുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഫിസിക്കുള്ള ആ ഒരു വ്യക്തി നിങ്ങൾ വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് മാരേജ് ആണെങ്കിൽ ഈ ഒരു 2024 സെക്കൻഡ് മാരേജിന് ഓപ്ഷൻ ഉള്ളതായി കാണുന്നുണ്ട്. പൈൽ നമ്പർ 1. സോ എടുക്കുക. നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ലീഗൽ ഇഷ്യൂസിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു 2024 മോചനം ഉണ്ടാകും. കാരണം ഈ ഒരു 2024 രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ ലൂപ്പ് ഹോളും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്, കണ്ടുപിടിച്ച് തരുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ സം കൈൻഡ് ഓഫ് നിങ്ങളുടെ എക്സ് നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള സാധ്യത ഉള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ എടുക്കാനുള്ള താല്പര്യപ്പെടുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിയിൽ പോകാൻ ശ്രമിക്കുന്നതായിട്ടും ഒരു ന്യൂ പാത്വേ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുമായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നു. ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ എഴുതുക. ഇന്ന് തൊട്ട് ഫുൾ മൂൺ വരെ ആ കാര്യം തന്നെ മൂണിനെ നോക്കി പറയുക. അതായത് നിങ്ങൾ പറയുന്ന ഒരു സെന്റൻസ് പോലും മാറാണ്ട് അങ്ങനെ തന്നെ പറയുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റെഡോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് റെഡ് ക്യാൻഡിൽ കത്തിക്കാവുന്ന അല്ലെങ്കിൽ പിങ്ക് കളർ ക്യാൻഡിൽ കത്തിക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് കരിയർ ആണെങ്കിൽ 1 മിനിറ്റ്, ഇതാണ് ഗ്രീൻ കളർ ക്യാൻഡിൽ നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. ആൻഡ് കത്തിച്ചതിന് ശേഷം നിങ്ങൾ പ്രേ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിന് ഇവിടെ പുട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ടേബിളിൽ ഇരുന്നിട്ട് പ്രേ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ഇത്ര സൈസുള്ള ക്യാൻഡിൽ എടുത്താൽ മതി. ആൻഡ് ഇത് മൊത്തം കത്തി തീരുന്നത് വരെയും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് തന്നെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ മേടിച്ച് മാനിഫെസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ പോകുമെന്നല്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര സൈസുള്ള ക്യാൻഡിൽ എടുത്താൽ മതി. ആൻഡ് ഈ ക്യാൻഡിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലവിനെ കുറിച്ചാണെങ്കിൽ റെഡോ പിങ്കോ എടുക്കുക. കരിയർ ആൻഡ് അബണ്ടൻസ് ആണെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ എടുക്കുക. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ. ഹായ് ഗായ്സ്, പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും പൈൽ നമ്പർ 1ന്റെ അവസാന ഭാഗം കാണാൻ ശ്രമിക്കുക. ഞാൻ അതിനകത്ത് ന്യൂ മൂൺ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആൻഡ് സെക്കൻഡ് പൈലായിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ എന്തൊക്കെയാണ് യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈസ്, പൈൽ നമ്പർ 2. ഓക്കെ, ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള കാർഡ് ദ വേൾഡ് ആണ്, ദ സ്റ്റാർ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തോ കാര്യത്തിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കരിയർ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർഷിപ്പ്, പുതിയ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന് വേറൊരു മോഡ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സംഭവം എന്തെങ്കിലും റിസർച്ച്
PhD അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ആ പേപ്പർ ക്ലിയർ ചെയ്യാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഇതിനകത്ത് കാണുന്നുണ്ട്. ആകെ മൊത്തം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ടവർ മൂവ്മെന്റിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഒരു സഡൻ ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ആ സഡൻ ഷിഫ്റ്റ് എന്നത് നിങ്ങളുടെ മനസ്സിൽ നേരത്തെ സ്വപ്നമായും നിങ്ങളുടെ ആത്മവിശ്വാസമായും നിങ്ങളുടെ ഇൻറ്റ്യൂഷനായും നിങ്ങളുടെ കണ്ണിൽ നേരെ നടക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നതാണ് കാണുന്നത്. നിങ്ങളുടെ പല പ്ലാൻസും നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത് പൊട്ടിപ്പോയി ഇനി നടക്കത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതുപോലെ കാര്യങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേച്ചർ പോലും എന്താണ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ പഴയ നിങ്ങളല്ല ഈ 2024 നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട് ആൻഡ് നിങ്ങൾ ഒത്തിരി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നതിനകത്ത് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ബേസ് ചക്ര എന്നത് നല്ല രീതിയിൽ വൈബ്രേറ്റ് ആകുന്നുണ്ട് എന്നതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ കണ്ടുപിടിക്കുന്ന പല വ്യക്തികൾക്കും നടുവേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്ര അല്ലെങ്കിൽ റൂട്ട് ചക്ര ബ്ലോക്ക് ആണ് എന്നതാണ് അതിന്റെ അർത്ഥം എന്നാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കൂ, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ലതാകാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ പോകുന്നുണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര നല്ല രീതിയിൽ ഇംപ്രൂവ് ആകാൻ പോകുന്നുണ്ട്. അതായത് ഹെൽത്ത് ഇസ് വെൽത്ത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഹെൽത്തിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹെൽത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് തീർച്ചയായിട്ടും ലഭിക്കുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ പവർ നിങ്ങൾ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. എക്സസൈസ് ചെയ്യുക എന്നതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് എക്സ്ട്രാ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ ഫീൽ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ടും ഒരു കൈൻഡ് ഓഫ് പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ടും കാണുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആങ്കർ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്രഷൻ ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുക. കാരണം അല്ലെങ്കിൽ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ നേച്ചറുമായിട്ട് കൂടുതൽ ഇടപഴകുക. കാരണം നല്ലൊരു മാറ്റം അതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ബിക്കോസ് നേച്ചർ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മദർ എർത്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടൺ സ്കിൽസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളർത്താൻ ശ്രമിക്കുക എന്ന് മനസ്സിലാവും. ഓക്കെ, പോസിറ്റീവ് ചേഞ്ചസ് ഒത്തിരി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുകയാണ് എന്ന് കാണുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു ധനം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ധനം നിങ്ങൾക്കറിയാം നേരത്തെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് അത് വരുന്നില്ല. ബിക്കോസ് നിങ്ങളെ ചുറ്റി ഒത്തിരി ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഒത്തിരി അസൂയാലുക്കൾ ഉണ്ട് എന്നതാണ്. അല്ലെങ്കിൽ സംഹൗ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജിയുടെ വലിയ സാമീപ്യമുണ്ട് എന്നതാണ് കാണുന്നത്. ഈ ഒരു 2024 നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ബിക്കോസ് പുതിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്, പുതിയ പാത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എവറിത്തിങ് ഇസ് ദർ. നിങ്ങൾ എന്ന് പറയുന്ന ഫുൾ ഓൺ എനർജിയിലാണ്. അതായത് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്റെ ലൈഫ് ഒന്ന് സെറ്റ് ആയാൽ മതി, സ്റ്റേബിൾ ആയാൽ മതി എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ലൂപ്പ് ഹോളും കിട്ടുന്നില്ല. എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ നിങ്ങൾ സ്റ്റക്ക് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ സഡൻ കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത് ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പലപ്പോഴും അത് നിങ്ങളുടെ ക്യാരക്ടറിലും ആ ഒരു കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഈ കൈൻഡ് ഓഫ് നെഗറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ ഒക്കെ സ്പോയിൽ ചെയ്തിട്ടുണ്ടാവുക എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എടുത്തുചാട്ടമായിരിക്കാം, അല്ലെങ്കിൽ മേ ബി സർട്ടൺ അഡിക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ പിറകോട്ടേക്ക് വലിക്കുന്നില്ല, നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് നിങ്ങൾ ഒത്തിരി മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് ജീവിക്കുന്ന നേച്ചർ ആണ് എന്നാണ് കാണുന്നത്. കാരണം
നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു പ്രവൃത്തി ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹമില്ലെങ്കിലും കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്ന ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ പല വ്യക്തികളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ ഓരോ പ്രവൃത്തിയും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നത് നിങ്ങളെ ഹാർട്ട് ചക്രയെ ക്ലോസ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് തന്നെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ പോസിറ്റിവിറ്റി എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് സമാധാനവും സാക്രിഫൈസും ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നത്, അവിടെ നിങ്ങൾ പോവുക എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ചിലവഴിക്കുക ആ സമയം എന്നതാണ് ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ നല്ലൊരു ഗ്രോത്തിൽ എത്തണമെന്നോ വളരണമെന്നോ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നേ ഇല്ല. എങ്ങനെ നിങ്ങളെ അടിച്ചു താഴ്ത്തണം എന്ന രീതിയിലും സം കൈൻഡ് ഓഫ് എനർജിയും, അതുപോലെ നിങ്ങളെ എങ്ങനെ തൂക്കിലേറ്റാം, നിങ്ങളെ എങ്ങനെ കുറ്റക്കാരാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊട്ടക്ഷൻ ധരിക്കുക. പ്രൊട്ടക്ഷൻ അതായത് ടൈഗർ ഐ പോലെയുള്ള അല്ലെങ്കിൽ പൈറൈറ്റ് പോലെയുള്ള ബ്രേസ്ലെറ്റുകൾ നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്. പല ആൾക്കാരും പല പല വിധികളും ചെയ്തിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് കർമ്മയും നിങ്ങളെ ഒത്തിരി ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും റിലേഷൻഷിപ്പിലാണെങ്കിലും യെസ്, അതുപോലെ തന്നെ കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് സങ്കടങ്ങളും നഷ്ടങ്ങളും മാത്രം വരുന്നതല്ലാണ്ട് ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള റിസൾട്ട് കിട്ടാത്ത ഒരവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി തന്നെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി മറ്റൊരാള് നിങ്ങൾക്ക് നഷ്ടം വരണം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടാകണം എന്ന രീതിയിൽ നിങ്ങളെ മൊത്തമായി പൊട്ടി പാളിഷാക്കി തരിപ്പണമാക്കി കളഞ്ഞ കൈൻഡ് ഓഫ് അവസ്ഥയിലാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായി പോകുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളെ തന്നെ സ്വയം നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള അവസ്ഥ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. മനസ്സിലാക്കൂ, നിങ്ങള് ഒരു ബ്ലോക്കേജിൽ കിടക്കാണ്. സോ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക: എന്റെ ജീവിതത്തിലെ എല്ലാ ബ്ലോക്കേജസും ഞാൻ മൊത്തമായി പൊട്ടിച്ചു കളയുകയാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു ബ്ലോക്കേജും ഇല്ല, എല്ലാം ബ്ലോക്കേജും റിലീസായി, എന്റെ ജീവിതത്തിലേക്ക് പൈസ വരാനുള്ള ബ്ലോക്കേജ് റിലീസ് ആകുന്നു, എന്റെ ജീവിതത്തിൽ നല്ലൊരു പ്രണയം വരാനുള്ള ബ്ലോക്കേജ് റിലീസ് ആകുന്നു. അങ്ങനെ വാട്ട് എവർ നിങ്ങൾക്ക് വേണം അതിന്റെ ബ്ലോക്കേജുകൾ റിമൂവ് ആകുന്നു എന്ന രീതിയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പറയുന്നു, ഇത് ഒരു കരിയർ റിലേറ്റഡോ ലവ് റിലേറ്റഡോ ആയിട്ടുള്ള റീഡിംഗ് അല്ല, നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലോ ഓഫ് അട്രാക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ക്യാൻസിൽ മാനിഫെസ്റ്റേഷനും മൂൺ മാനിഫെസ്റ്റേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എല്ലാ ടെക്നിക്കുകളും നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ടെക്നിക്കിൽ ഉറച്ചു നിന്നിട്ട് ആ ടെക്നിക്ക് നിങ്ങൾ മുന്നോട്ട് പാലിക്കാൻ ശ്രമിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം മൂൺ മാനിഫെസ്റ്റേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ മൂൺ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന്. ഇതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, അതാണ് സ്റ്റാർ കാർഡ്. പക്ഷെ പല അപ്സ് ആൻഡ് ഡൗൺസിലൂടെയും പല നെഗറ്റീവ് എനർജിയിലൂടെയും നിങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് അത് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ഇഷ്യൂ ആണ്. നിങ്ങളുടെ കർമ്മ നിങ്ങൾ മൊത്തമായി ക്ലിയർ ചെയ്തിട്ടില്ല എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ സമയമെടുക്കും. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ലേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സർട്ടൺ ബ്ലോക്കേജസിനെ മാത്രം നിങ്ങൾ റിമൂവ് ചെയ്താൽ മതി എന്നതാണ് യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല പല നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ, പല പല നെഗറ്റീവ് അറ്റാച്ച്മെന്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഹി ഓർ ഷീ സിറ്റി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് നേച്ചർ ആണ് നിങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ നേച്ചറുമായിട്ട് ഇടപഴകുക. മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനക്കേടും സ്ട്രെസ്സും മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾ
പാർക്കിലേക്ക് പോയിരുന്നു നോക്കൂ, മരങ്ങളോട് സംസാരിച്ച് നോക്കൂ, നേച്ചറുമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം, അവിടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകുന്ന ശബ്ദം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കൂ. കുറച്ചും കൂടി നിങ്ങൾക്ക് പീസ്ഫുൾ കാം മൈൻഡ് ആകും. നിങ്ങൾ എന്ന് പറയുന്നത് നേച്ചറിന്റെ മക്കളാണ്. നിങ്ങൾ ഈ ഒരു ഹെക്ടിക് സിറ്റുവേഷനിൽ നിന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഹെക്ടിക് സിറ്റുവേഷനിൽ നിൽക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്നും ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും ഈ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പീസ് വേണം, സമാധാനം വേണം, ജീവിതത്തിന് ഒരു അർത്ഥം വേണം. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ ആസ്വദിച്ചു എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നേച്ചറിന്റെ അടുത്തേക്ക് പോകൂ, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ അടുത്തേക്ക് പോകൂ. അവിടെയാണ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇരിക്കുന്നത്. നിങ്ങളുടെ കൈൻഡ് ഓഫ് മനസ്സിന് ശാന്തി നൽകുന്ന പല കാര്യങ്ങളും അവിടെയാണുള്ളത്. നിങ്ങൾ അത് മറന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ഹെക്ടിക് സിറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു സമാധാന പേസിൽ നടത്താൻ സാധിക്കില്ല എന്നതാണ് യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യണം. ഇന്ന് തൊട്ട് ഫുൾ മൂൺ വരെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ബ്ലോക്കേജുകളെ എടുത്തു കളയാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലുള്ള നെഗറ്റിവിറ്റി എടുത്തു കളയാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടീസിനെ റിമൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ ഒത്തിരി കൈൻഡ് ഓഫ് നെഗറ്റീവ് ബൗണ്ടറീസിനെ നിങ്ങൾ മുറിച്ച് പൊട്ടിച്ച് കത്തിച്ച് കളയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിന് നിങ്ങൾക്ക് മനക്കരുത്തുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കുക എന്ന് ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നു. സോ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് കുറെ കടമകൾ കടക്കാനുണ്ട്, മനസ്സിലാക്കുക. നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പല കാര്യത്തിന്റെയും കർമ്മ ക്ലിയറൻസ് നമ്മൾ ചെയ്യണം. ബിക്കോസ് കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി ആഗ്രഹങ്ങൾ പറയുന്നതിനേക്കാൾ നിങ്ങളുടെ ബൗണ്ടറീസ്, ബ്ലോക്കേജസിനെ നശിപ്പിക്കുക. കൈൻഡ് ഓഫ് ഒരു പ്രൊട്ടക്ഷൻ, പൈറൈറ്റോ ടൈഗർ അയ്യോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ചില ക്രിസ്റ്റൽസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. സോ ടൈഗർ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ക്രിസ്റ്റൽ നിങ്ങൾ ധരിക്കുന്നതും അത് വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ന്യൂ മൂൺ ഡേയ്സിൽ അതായത് ഫുൾ മൂൺ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കാൻഡിൽ കത്തിക്കാവുന്നതാണ്. കത്തിച്ചിട്ട് നിങ്ങളുടെ ബ്ലോക്കേജ് റിമൂവ് ആകാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ഫർദർ മോർ നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ.